എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മളുടെ ചാനും ഹരാനും കൂടി പരസ്പരം കിസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാനായിരുന്നാലും ഇവനെ നോക്കിയിട്ട് പറയും, ഞാൻ കുറെ തവണയായിട്ട് ശ്രദ്ധിച്ചു, നീ പലതവണയും പറയുന്നുണ്ട് നീ എന്നെ ഇഷ്ടപ്പെടാൻ ഒരിക്കലും അർഹനല്ല എന്ന്. ഇനി മേലെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ മിണ്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഹരാൻ അവൻ്റെ അടുത്ത് പിണങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഉടനെ തന്നെ നമ്മളുടെ ചാൻ പറയും, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാനും ചാനും കൂടി വീട്ടിലോട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. രണ്ടുപേരും കൈയും പിടിച്ചോണ്ടാണ് നടക്കുന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാൻ പറയും, നീ നിന്റെ അച്ഛനുമായിട്ട് എന്ത് പ്രശ്നമാണോ അത് പറഞ്ഞ് സോൾവ് ആക്കണം. ഒരിക്കലും നമ്മൾ പാസ്റ്റിൽ ജീവിക്കാൻ പാടില്ല, എപ്പോഴും പ്രസന്റ് തന്നെയാണ് വലുത്. നിന്റെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാറാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ നീ അതിന് വേണ്ടിയിട്ടൊരു അവസരം കൊടുക്കണം. ഇത് കേൾക്കുന്നേൻ ചാൻ പറയും, ഉറപ്പായിട്ടും ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്യൂ എന്ന്. അങ്ങനെ അവരങ്ങോട്ട് നടന്നു വരുന്നതും കറക്റ്റായിട്ട് നമ്മളുടെ ആ കഫേയുടെ അങ്കിളില്ലേ, അങ്കിളും ജീനിയസും കൂടി നടന്നു വരുമായിരുന്നു. ഈ അങ്കിളിനെ കാണുന്നേ നമ്മുടെ ഹരാൻ പെട്ടെന്ന് തന്നെ ചാൻ്റെ കയ്യിൽ നിന്ന് കൈ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ നമ്മളുടെ ചാനാണെങ്കിൽ ഇവളുടെ കൈ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനിന് ഈ അങ്കിളിൻ്റെ അടുത്ത് പറയണമെന്നുണ്ട്, അതായത് അവനും ഹരാനും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന്. എന്നാൽ ഇത് കാണുന്ന നമ്മുടെ അങ്കിളാണെങ്കിൽ ഒരു റിയാക്ഷനും കൊടുക്കാണ്ട് നേരെ വന്ന് രണ്ടുപേരെ അങ്ങ് കെട്ടിപ്പിടിക്കും. എന്നിട്ട് ഒന്നും മിണ്ടാണ്ട് അവിടെ നിന്ന് അങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന ഹരാനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻ അവളുടെ വീടിൻ്റെ മുമ്പിലായിട്ട് വരുന്നതാ. ചാനിനെ അവൾ പറഞ്ഞു വിടാൻ നോക്കും. എന്നാൽ നമ്മളുടെ ചാൻ അങ്ങനെ ഇങ്ങനെയൊന്നും പോകുന്ന ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. അവൻ ഓടി വന്ന് നമ്മുടെ ഹരാനെ കെട്ടിപ്പിടിക്കും. അവസാനം നമ്മളുടെ ഹരാൻ എങ്ങനെയെങ്കിലൊക്കെ ഇവനെ അങ്ങ് വീട്ടിലോട്ട് പറഞ്ഞു വിടും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ കഫേയിലുള്ള അങ്കിളിനെയാണ്. അങ്കിളാണെങ്കിൽ ഇപ്പോൾ വലിയൊരു വെയിറ്റ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അങ്കിളിന് നെഞ്ചുവേദന വരുന്നത് പോലെ തോന്നും. ഇത് കണ്ടിട്ട് നമ്മളുടെ ചാനാണെങ്കിൽ വേഗം തന്നെ അങ്ങോട്ടേക്ക് ഓടി വരും. ചാൻ വന്നിട്ട് പറയും, ഞാൻ അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ നമുക്ക് ചെക്കപ്പിന് പോവാമെന്ന്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. എന്നെ മോനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു കാര്യം അങ്കിള് കേട്ടേ പറ്റത്തുള്ളൂ. ഉടനെ എന്നെ അങ്കിള് പറയും, ഓക്കെ നമുക്ക് ചെക്കപ്പിന് പോവാമെന്ന്. ഇവിടെയായിട്ട് അങ്കിള് നമ്മളുടെ ചാനെടുത്ത് ചോദിക്കും, നിനക്ക് യഥാർത്ഥത്തിൽ ഹരാനെ ഭയങ്കര ഇഷ്ടമാണോ? അപ്പം നമ്മളുടെ ചാൻ അതേ എന്ന് പറയും. ഇവിടെയായിട്ട് അങ്കിൾ ഇവനൊരു അഡ്വൈസ് കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ, നീ എത്രത്തോളം കാലം നല്ല സത്യസന്ധനായിട്ടിരിക്കുന്നോ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. പകരം നീ എന്തെങ്കിലും കള്ളം മറച്ചു പിടിക്കാനോ എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അത് നിന്റെ റിലേഷൻഷിപ്പിനെ കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യൂ എന്ന്. ഇത് കേട്ടിട്ട് നമ്മളുടെ ചാൻ നേരെ റൂമിലായിട്ട് വന്നിട്ട് നേരെ നോക്കുന്നത് അവൻ ആ വാങ്ങിയ പേനയായിരുന്നു. ആ പേന എടുത്തു വെച്ച് അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മളുടെ ചാനാണെങ്കിൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ US പോയിട്ടില്ലായിരുന്നോ, അവിടെ പോയ സമയത്ത് അവനാണെങ്കിൽ ഹരാന് വേണ്ടിയിട്ട് അവൻ പണ്ട് ചെയ്യിച്ച അതേ പേന ഒന്നും കൂടി ചെയ്യിക്കും. എന്താന്ന് വെച്ചാൽ അവന് നല്ലതുപോലെ അറിയാം ഹരാനെ സംബന്ധിച്ച് ആ പേന എന്തുമാത്രം വിലപ്പെട്ടതാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ കിംനാനേനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ വീട്ടിലോട്ട് വരുന്നതും അവിടെയായിട്ട് നമ്മളുടെ ഹയോങ് ഇരിക്കുന്നുണ്ടായിരുന്നു. അവള് കിംനാനേനെ കണ്ട ഉടനെ ചോദിക്കും, മുത്തശ്ശി എവിടെ പോയിട്ട് വരുക എന്ന്. അവിടെ മുത്തശ്ശി പറയുന്നത് തന്നെ ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു എന്നാൽ അവരുടെ ലുക്കും കോലവും തലയിലുള്ള പൊടിയും ഒക്കെ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നത്തൊന്നുമില്ല. ഇത് കാണുന്ന ഹയോങ് വിചാരിക്കും, മുത്തശ്ശി എടുത്ത് ചോദിച്ചാലോ അന്ന് നിന്ന് കരഞ്ഞ സ്ഥലത്ത് തന്നെയാണോ ഇപ്പോഴും പോയത് എന്ന്. എന്നാലും നമ്മുടെ ഹയോങ് ഒന്നും മിണ്ടത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റർ യുൻ ഓൾറെഡി പറഞ്ഞില്ലേ, നീ അതങ്ങ് വിട്ടാരെ, അതിനെപ്പറ്റി ഇനി സംസാരിക്കേണ്ട എന്ന്. അതുകൊണ്ട് തന്നെ അവൾ വിചാരിക്കും, ഇത്തവണത്തേക്ക് വിട്ടേക്കാം എന്ന്. എന്നാൽ മുത്തശ്ശിയുടെ കോലം കണ്ടിട്ട് അവൾക്ക് നല്ല ഡൗട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ നമ്മളുടെ ഹയോങ് ലിഫ്റ്റിൽ കയറാൻ വേണ്ടി വരുന്നതും അതിനകത്തായിട്ട് നമ്മുടെ മിസ്റ്റർ യുൻ നിൽക്കുന്നതാണ്. നമ്മുടെ ഹയോങ്ങിനെ കാണുന്ന മിസ്റ്റർ യുൻ പെട്ടെന്ന് തന്നെ അവൻ്റെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് കോള് വരുന്നു എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് നെർവസ് ആയങ്ങ് പോവും. അവനിവിടെ ഫോൺ തലതിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. ഇത് കാണുന്നേ നമ്മുടെ ഹയോങ്ങിനൊന്നും മനസ്സിലാകത്തില്ല. അവൾ വേഗം തന്നെ ഓഫീസിലായിട്ട് വരുമ്പോൾ അവിടെ എല്ലാവരും നമ്മുടെ മിസ്റ്റർ യുനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ കയ്യിലായിട്ട് മിസ്റ്റർ യുൻ ഒരു പെണ്ണിൻ്റെ കൂടെ ഇരുന്ന് ഡിന്നർ കഴിക്കുന്ന ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയും മിക്കവാറും ഇത് അയാളുടെ ഗേൾ ഫ്രണ്ട് തന്നെയായിരിക്കും എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹയോങ്ങിന് ഭയങ്കരമായിട്ട് ജലസി ഫീൽ ചെയ്യും. അവളങ്ങ് ഭയങ്കര അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ കൂടെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് പറയും, എനിക്ക് തോന്നുന്നില്ല അത് ഡേറ്റ് ആണ് എന്ന്. ഏതോ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്റ്റർ യുൻ പോകുന്നു എന്ന് ഞാൻ കേട്ടായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹയോങ്ങിന് ഭയങ്കര സന്തോഷവും. അവൾ തന്നെ ഇപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡാണ്, അവൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന്. അവൾ വിചാരിക്കും, എന്നാലും എനിക്ക് എന്തായിരിക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നത്, എനിക്കിനി അവൻ്റെ അടുത്ത് ഇഷ്ടമല്ലോ തോന്നി തുടങ്ങിയോ. അങ്ങനെ നമ്മുടെ ഹയോങ് വേഗം തന്നെ അവളുടെ കൂടെയുള്ള കൊളീഗ്സിൻ്റെ അടുത്ത് എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അതായത് മിസ്റ്റർ യുൻ ആണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇല മാറ്റി കൊടുത്തതും കരയുന്ന സമയത്ത് കൂടെ ഇരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇത് കേൾക്കുന്ന അവിടെ ഇരിക്കുന്ന എംപ്ലോയീസ് എല്ലാം നല്ല ഉറപ്പിച്ച് പറയും, അങ്ങനെ ചെയ്തത് ആരാണോ അയാൾക്ക് എന്തായിരുന്നാലും ആ പെങ്കുച്ചിൻ്റെ അടുത്ത് നല്ല ഫീലിങ്സ് ഉണ്ട് എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഹയോങ്ങിന് ഉറപ്പ് വരും, അതായത് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടത്തിലാണ് എന്ന്. എന്നാൽ അത് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മിസ്റ്റർ യുൻ വന്നിട്ട് ഹയോങ്ങിന് വലിയൊരു ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹയോങ് ആ സെക്കൻഡിൽ തന്നെ ഫോണും എടുത്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവും. എന്താന്ന് വെച്ചാൽ അവൾക്കിപ്പം മിസ്റ്റർ യുനെ ഫേസ് ചെയ്യുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കഴിഞ്ഞിട്ട് കാണിക്കുന്നത്
നമ്മളുടെ ചാനയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ കയ്യിൽ ആ പേനയും വെച്ചുകൊണ്ടിരിക്കുക. നമ്മളുടെ ഹരാന് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെയായിട്ട് ഹരാൻ വരും. ഇവളെ കാണുന്നേ നമ്മുടെ അച്ഛൻ വേഗം തന്നെ ആ പേന എടുത്തങ്ങ് ഒളിപ്പിച്ചു വെക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ ഹരാൻ വന്നിരിക്കുന്നത് അവൻ്റെ മുത്തശ്ശീനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. മുത്തശ്ശി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹരാനും ചാനും മുത്തശ്ശിയും കൂടെ ഇരുന്ന് സംസാരിക്കും. ഹരാൻ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ നമ്മളുടെ ഹരാൻ്റെ അമ്മയുടെ ഒരു പ്ലേറ്റ് ഹദാം പൊട്ടിച്ചിട്ടില്ലായിരുന്നോ, ആ പ്ലേറ്റ് നേരെയാക്കാൻ പറ്റുമെന്ന് മുത്തശ്ശി എടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. മുത്തശ്ശിയാണെങ്കിൽ പറയും ഞാനെൻ്റെ മാക്സിമം ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് അവിടെയായിട്ട് നമ്മളുടെ ആ കഫേയുടെ അങ്കിള് വരും. അങ്കിള് വന്നിട്ടും ഈ മുത്തശ്ശി എടുത്ത് നല്ല കാര്യമായിട്ട് സംസാരിക്കും. അത് കഴിഞ്ഞ് ഈ മുത്തശ്ശി നേരെ നമ്മളുടെ ചാനിൻ്റെ റൂം കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആ റൂമിലായിട്ട് നമ്മളുടെ ചാനാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ ആ വാച്ചില്ലേ അത് നേരെയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ മുത്തശ്ശി പോകാനായിട്ട് ഇറങ്ങുന്നത് നമ്മളുടെ ചാനാണെങ്കിൽ ഒരു പാക്കറ്റുമായിട്ട് വന്നിട്ട് പറയും മുത്തശ്ശി എന്നെ ഒരു സ്ഥലം വരെ ഡ്രോപ്പ് ചെയ്യുമോ, എനിക്ക് അച്ഛനെ ഒന്ന് കാണണോ എന്ന്. ഇത് കേൾക്കുന്നേ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹദാമിനെയാണ്. അവളിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് അവളുടെ ഒരു ഫ്രണ്ട് അവളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ യുഗ്യമാണെങ്കിൽ കരോക്കെ ബാറിൽ പോയി അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക എന്ന്. ഇത് കേട്ടിട്ട് അവൾക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ യുഗ്യം ഇവളുടെ മുമ്പിൽ കൂടി പോകുന്നതും ഇവൾ ക്രോസ് ചെയ്യുന്ന വഴിയിൽ വെച്ചിട്ട് ചോദിക്കും നീ കരോക്കെ ബാറിലൊക്കെ പോയി ഭയങ്കര എൻജോയ്മെൻ്റ് ആണെന്ന് ഞാൻ കേട്ടായിരുന്നല്ലോ, അത്രയ്ക്ക് സന്തോഷമാണോ? ഇത് കേൾക്കുന്നേ നമ്മളുടെ യുഗ്യോമിന് നല്ല ദേഷ്യം വരും. അവൻ ആദ്യമേ അതിനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കാൻ ഒരുങ്ങുമെങ്കിലും അവൻ പറയും ഞാൻ അറിഞ്ഞായിരുന്നു ആ ചെറുക്കൻ നിനക്ക് തരുന്ന ഡ്രിങ്ക്സ് ഒക്കെ നിനക്ക് ഭയങ്കര ഇഷ്ടമാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹദാമായിരുന്നാലും അതേ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും അവിടുന്ന് തിരിഞ്ഞ് നടന്നങ്ങ് പോകും. ഇവർ ഇവരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ചെയ്യാൻ നോക്കത്തേ ഇല്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ചാനിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ നേരെ വന്നിരിക്കുന്നത് അവൻ്റെ അച്ഛൻ റിസർച്ച് ചെയ്യുന്ന ആ ഒരു കോളേജിലായിട്ടാണ്. അവിടെ വരുന്നതും ഒരു സ്റ്റാഫ് വന്നിട്ട് പറയും സാറാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രസൻറ്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുക, വെയിറ്റ് ചെയ്താൽ മതി എന്ന്. അകത്ത് കയറുന്നേ നമ്മളുടെ ചാൻ കാണും. അതായത് അവൻ പണ്ട് വരച്ച അമ്മയുടെയും മോൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. അതവൻ്റെ അച്ഛൻ തന്നെ കീറിക്കളഞ്ഞത്. എന്നാൽ ഇപ്പോൾ ആ പടത്തിനെല്ലാം ഒട്ടിച്ച് നേരെയാക്കി വെച്ചേക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മളുടെ ചാനിന് ഭയങ്കര സങ്കടം വരും. അവൻ ഒരുപാടിരുന്ന് കരയും. എന്നിട്ട് അവൻ നേരെ പുറത്തോട്ട് ഇറങ്ങുന്നതും അവിടുത്തെ ആ സ്റ്റാഫ് വന്നിട്ട് പറയും നിങ്ങൾ ഇവിടുത്തെ ഈ സാറിൻ്റെ മോനല്ലേ, സാർ എപ്പോഴും പറയും നിങ്ങളുടെ ആനിമേറ്റർ അല്ലേ, നിങ്ങളുടെ ഏത് സിനിമ വന്നാലും സാർ എല്ലാം കാണാൻ വരാറുണ്ട്, ഇവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ടിക്കറ്റ് എടുത്ത് കൊടുക്കും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ചാനങ്ങ് ഞെട്ടിപ്പോവും. അതേസമയം തന്നെ ഈ സ്റ്റാഫ് ആണെങ്കിൽ പറയും നിങ്ങൾക്ക് ആക്സിഡൻ്റ് ആയ സമയത്ത് സാറിന് വലിയൊരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു, എന്നാൽ ആ പ്രസൻറ്റേഷൻ പോലും കളഞ്ഞിട്ടാണ് സാർ ഹോസ്പിറ്റലായിട്ട് വന്നത്. ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ ചാനൽ നല്ല ഗിൽറ്റി ഫീലും അടിക്കും. അവൻ അവിടുന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങും. അങ്ങനെ റോഡിൽ കൂടി നടക്കുന്ന വഴിയിൽ വെച്ചിട്ട് നമ്മുടെ ഹരാൻ ഇവനെ ഫോളോ ചെയ്തിട്ട് വരും. ഒരു സ്ട്രേഞ്ചറിനെ പോലെ വന്നിട്ട് അവൾ അവൻ്റെ അടുത്ത് ചോദിക്കും ഇവിടെ അടുത്ത് ഏതെങ്കിലും ബേക്കറി ഉണ്ടോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ചാൻ പറയും നീ എപ്പോഴും ഇതേ കണക്കാ, എപ്പോഴും എന്നെ തേടി വരും, എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് എൻ്റെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉള്ളതുകൊണ്ടല്ലേ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടം വരെ വന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹരാനായിരുന്നാലും ഇവനെ അങ്ങ് കെട്ടിപ്പിടിക്കും. അതേസമയം തന്നെ ഇവൻ്റെ അച്ഛൻ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ അവിടെ വിളിച്ചു കൂവിയിട്ട് പറയും നീ തന്ന വാച്ചിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന്. ഇത്തവണ നമ്മളുടെ ചാനാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് വഴക്കിനൊന്നും പോകത്തില്ല. എന്നിട്ട് അവൻ സമാധാനമായിട്ട് പറയും എനിക്ക് എന്തായിരുന്നാലും ഈ വാച്ചിന് പകരമായിട്ട് എന്തെങ്കിലും ചെയ്തു തന്നേ പറ്റത്തുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ചാനും ഹരാനും കൂടി ചേർന്നിട്ട് ബേക്കറിയിലായിട്ട് വന്ന് ഫുഡ് കഴിക്കാനിരിക്കുന്നതാ. അവിടെ വെച്ചിട്ട് നമ്മുടെ ചാനാണെങ്കിൽ ഹരാന് വേണ്ടിയിട്ട് ആ പേന കൊടുക്കും. ഇത് കാണുന്നത് ഹരാൻ ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. അവള് ചോദിക്കും ഈ പേന നിനക്ക് എങ്ങനെയാ കിട്ടിയത് എന്ന്. ഉടനെ തന്നെ നമ്മളുടെ ചാൻ പറയും അത് അന്ന് ആക്സിഡൻ്റലി എന്തോ എൻ്റെ ബാഗിലായിട്ട് വീണതാണ്. അന്ന് ആ ഹോട്ടലുകാർ എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത് തന്നപ്പോൾ അതിനകത്തിരുന്നതാ, ഞാൻ നിനക്ക് തരാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹരാൻ പറയും എനിക്കിപ്പോൾ ഈ പേനയുടെ ആവശ്യമൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഓൾറെഡി കുറേ പേനയുണ്ടല്ലോ. എന്നാൽ നമ്മളുടെ ചാൻ പറയും അങ്ങനെയല്ല, നീ ഇത് വെച്ചോ, നിനക്കിത് ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്. എന്നാൽ നമ്മളുടെ ഹരാനാണെങ്കിൽ കൊന്നുകളഞ്ഞ ആ പേന വാങ്ങിക്കത്തില്ല. ഉടനെ തന്നെ നമ്മുടെ ചാനാണെങ്കിൽ അതിനകത്തായിട്ടൊരു സ്റ്റിക്കർ അങ്ങ് ഒട്ടിക്കും. അതും ഒരു മഴവില്ലിൻ്റെ കണക്കത്തൊരു സ്റ്റിക്കറാണ്. എന്നിട്ട് അവൻ പറയും ദാ ഇപ്പോൾ ഇതൊരു ലക്കി ചാമായില്ലേ, ഇനിയിപ്പോൾ ഈ പേന പുതിയൊരു പേനയാണ്, നീ ഇത് വെച്ചോ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹരാന് പിന്നെ വേണ്ടാന്ന് പറയാൻ തോന്നിയില്ല. അവൾ ആ പേനയങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ആ സെക്കൻഡിൽ തന്നെ അവൾക്കൊരു കോള് വരും. എന്തുവാന്ന് വെച്ചാൽ അവൾക്ക് ബെസ്റ്റ് ക്രിയേറ്ററിനുള്ള ഒരു അവാർഡ് തന്നെ കിട്ടിയെന്നും പറഞ്ഞിട്ടാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹരാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവൾക്ക് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ കഫേയിലെ അങ്കിളില്ലേ, അങ്കിളാണെങ്കിൽ രാത്രി ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളുടെ ജീനിയസ് ആണെങ്കിൽ പുറത്തോട്ട് നോക്കിയിരിക്കുമായിരുന്നു. വന്ന് നോക്കുമ്പോൾ എന്തുവാ പുറത്ത് നല്ല മഞ്ഞ് വീഴുന്നുണ്ട്. അതേപോലെ തന്നെ പുറത്തായിട്ട് നമ്മളുടെ കിംനാനയില്ലേ, അവരും അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങി ഇരിക്കുമായിരുന്നു. ഇത് കാണുന്നത് നമ്മളുടെ കഫേയുടെ അങ്കിളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അയാൾ വേഗം തന്നെ നമ്മുടെ കിംനാനെ വിളിച്ച് അകത്തായിട്ട് കൊണ്ടുവരും. കിംനാന പറയും ഞാനൊരു കോഫി കുടിക്കാൻ വേണ്ടി
വേണ്ടിയിട്ട് വന്നതാ, എന്നാൽ വന്ന സമയത്ത് കഫേ അടച്ചിട്ടേക്കുമായിരുന്നു എന്ന്. ഇത് കേട്ട ഉടനെ നമ്മുടെ അങ്കിളാണെങ്കിൽ കോഫി എടുക്കാൻ പോയിട്ട് വരുന്നതാ. എന്നാൽ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ കിംനാന നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഈ അങ്കിളിനും എന്താണെന്നൊന്നും മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹദാമിനെയാണ്. അവളാണെങ്കിൽ ഗ്രോസറി ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലായിട്ട് വന്നതും പെട്ടെന്ന് ഒരു ലേഡി ഇവളുടെ പേര് വിളിക്കും. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾക്ക് ആരാണെന്ന് മനസ്സിലാവത്തില്ല. എന്നാൽ ആ ലേഡി ഇവളെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മളുടെ യൂഗ്യോമിൻ്റെ അമ്മയായിരുന്നു. ഇവിടെയായിട്ട് ആ ലേഡി ഇവളെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയും, മോളെ നീ എന്ത് സുന്ദരിയായിട്ടുണ്ട്, ഫോട്ടോ കാണുന്ന നിനക്ക് തന്നെയാ എന്ന്. ഇവിടെ യൂഗ്യോമിൻ്റെ അമ്മയാണെങ്കിൽ നമ്മളുടെ ഹദാമിനെ കയറി അങ്ങ് കെട്ടിപ്പിടിക്കുന്ന സെക്കൻഡിൽ തന്നെ അവൾക്ക് ഓർമ്മ വരുന്നത് അവളുടെ അമ്മ അവളെ പണ്ട് കെട്ടിപ്പിടിക്കുന്നതായിരുന്നു. ഇത് ആലോചിച്ചിട്ട് നമ്മളുടെ ഹദാം ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. ഇവിടെ യൂഗ്യോമിൻ്റെ അമ്മയ്ക്കായിരുന്നാലും മനസ്സിലാവും ഹദാമിന് നല്ലതുപോലെ വിശക്കുന്നുണ്ട് എന്ന്. അങ്ങനെ ഹദാമിനെ ഈ വീട്ടിലായിട്ട് വിളിച്ചുകൊണ്ട് വരും. നമ്മുടെ യൂഗ്യോമിൻ്റെ അച്ഛനായിരുന്നാലും ഇവളെ കണ്ട ഉടനെ മനസ്സിലാവും എല്ലാവരും സ്വന്തം മോളെ പോലെ തന്നെയാണ് അവളെ ട്രീറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് നമ്മളുടെ ഹദാമിന് ഭയങ്കര സന്തോഷമാകും. അമ്മയായിരുന്നാലും പറയും, നീ ഇവിടെ ഭയങ്കര ഫേമസ് ആണ്, അവൻ്റെ റൂം മൊത്തം നിന്റെ ഫോട്ടോസേ ഉള്ളൂ എന്ന്. അങ്ങനെ നമ്മളുടെ ഹദാമാണെങ്കിൽ വീട്ടിലായിട്ട് വന്ന് നോക്കുമ്പോൾ അവിടെ അവളുടെ പണ്ട് തൊട്ടേയുള്ള ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. ഇത് കാണുന്ന ഹദാമിന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. പണ്ട് നമ്മളുടെ ഹദാമിൻ്റെ അച്ഛനമ്മയും മരിച്ച സമയത്ത് എല്ലാ കുട്ടികളും അവളെയായിട്ട് കളിയാക്കുമായിരുന്നു. ആ സമയത്ത് ഇവളുടെ കൂടെ സപ്പോർട്ടിനായിട്ട് നിന്നത് നമ്മളുടെ യൂഗ്യോം തന്നെയാണ്. ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മളുടെ ഹദാമാണെങ്കിൽ അവിടെ പറയും, പണ്ട് തൊട്ടേ യൂഗ്യോമിന് എന്നെ എപ്പോഴും മനസ്സിലാവുമായിരുന്നു, ഞാൻ മാത്രമാണ് അവനെ മനസ്സിലാക്കാൻ എപ്പോഴും വീഴ്ച കാണിക്കുന്നേ എന്ന്. അവൾക്ക് നല്ല വിഷമവും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ കിംനാനേനെയാണ്. അവർക്കാണെങ്കിൽ നമ്മളുടെ അങ്കിളില്ലേ, അയാൾ പണ്ടത്തെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പണ്ടത്തെ ഫോട്ടോ കാണുന്നതും നമ്മളുടെ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവും. അവരവിടെ പറയും, നമുക്ക് ഈ സ്ഥലത്തോട്ട് ഒരിക്കൽ പോവണം എന്ന്. അങ്ങനെ ഒരു വലിയ പ്ലാനിങ് ഒക്കെ നടത്തും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ ഹയോങ്ങിനെയാണ്. അവളാണെങ്കിൽ ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതും കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ മിസ്റ്റർ യൂൻ അതിലേ നടന്നു വരും. ഇവനെ കാണുന്നത് നമ്മളുടെ ഹയോങ് വിചാരിക്കും, ഇവൻ യഥാർത്ഥത്തിൽ എന്നെ ഇഷ്ടമാണോ, ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണോ, ഇങ്ങനെ അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ മിസ്റ്റർ യൂൻ വന്നിട്ട് ചോദിക്കുന്നത്, നാളെ നീ ഫ്രീ ആണോ എന്നാ. ഉടനെ തന്നെ നമ്മളുടെ ഹയോങ് ആണെങ്കിൽ വിചാരിക്കും, എനിക്ക് എന്തിനാ ഇത്ര ടെൻഷൻ. അങ്ങനെ ഇവള് ടെൻഷൻ കയറിയിട്ട് അവൻ്റെ ചോദിക്കും, ഞാൻ നാളെ ഫ്രീ ആണോ എന്ന്. ഇത് കേൾക്കുന്നേ മിസ്റ്റർ യൂൻ പറയും, നമുക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണോ എന്ന്. ഇവിടെ നമ്മളുടെ ഹയോങ് ഭയങ്കര വലിയ പ്ലാനിങ് ഒക്കെയാണ് നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഹദാമിനെയാണ്. അവളാണെങ്കിൽ ആ വീട്ടിലായിട്ട് നിൽക്കുന്നത് കറക്റ്റായിട്ട് അവളോട്ട് യൂഗ്യോം വരും. ഇവൻ കണ്ട ഉടനെ തന്നെ പറയും, ഞാനിപ്പോൾ വന്ന് ഹദാമിനെ നേരിട്ട് കാണുന്നത് പോലെയാണല്ലോ ഡ്രീം ചെയ്യുന്നത് എന്ന്. ഇവിടെയായിട്ട് ഹദാം വന്നിട്ട് പറയും, നീ ഡ്രീം ചെയ്യുകയൊന്നുമല്ല, ഞാൻ യഥാർത്ഥത്തിൽ തന്നെയാ എന്ന്. രണ്ടുപേരും അവരവരുടെ പരസ്പരമുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കും. ഹദാം ആയിരുന്നാലും പറയാം, ആ ചെറുക്കനെ ഞാൻ നമ്പർ കൊടുത്തിട്ടൊന്നുമില്ല, അവൻ എനിക്ക് ഡ്രിങ്ക് തന്നപ്പോൾ ഞാനത് തിരിച്ചു കൊടുക്കുക ചെയ്തത്. ഇവിടെയായിട്ട് നമ്മളുടെ യൂഗ്യോമായിരുന്നാലും പറയും, ഞാൻ ആ കരോക്കെ ബാറിൽ പോയത് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പോയിട്ടാ, അല്ലാണ്ട് എൻജോയ് ചെയ്യാൻ പോയതല്ല എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹരാനാണെങ്കിൽ അവാർഡ് കിട്ടുന്നതാണ്. അവാർഡ് കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു പെണ്ണിനും അവാർഡ് ഉണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, നമ്മളുടെ ഹരാൻ്റെ പണ്ടത്തെ ഒരു സീനിയർ പെണ്ണില്ലേ, അവൾ തന്നെയായിരുന്നു. ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടിട്ട് ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഹരാനും ആ സീനിയർ പെണ്ണും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാ. അപ്പം നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മളുടെ ഹരാൻ്റെ ഈ സീനിയർ ആണെങ്കിൽ അവളുടെ അടുത്ത് വന്നിട്ടൊരു ഹെൽപ്പ് ചോദിക്കും, എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് പോകാൻ പറ്റത്തില്ല, പകരം നീ കേക്കും കൊണ്ട് പോകുമോ എന്ന്. അങ്ങനെയാണ് നമ്മളുടെ ഹരാൻ ആദ്യമായിട്ട് അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണുന്നത്. അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീനിയറിൻ്റെ കയ്യിൽ തന്നെ ഹരാന് വേണ്ടിയിട്ട് ആ ബോയ് ഫ്രണ്ട് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് അന്നത്തെ ദിവസത്തെ ആ ഒരു ഡേയിനെ സ്പെഷ്യലാക്കിയതിന് വേണ്ടിയിട്ട്. അതിനുശേഷം അവർ രണ്ടുപേരും പരസ്പരം നേരിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങി. ഇവിടെയായിട്ട് ഈ ചാൻ എന്ന് പറയുന്ന അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഇല്ലേ, അവനാണെങ്കിൽ ഇവളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയും. ഇവിടെ നമ്മളുടെ ഹരാന് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്, എന്നാലും അവൾ അത് തുറന്നു പറയാനൊന്നും നിൽക്കത്തില്ല. അങ്ങനെ ഇവർ ചാറ്റ് ചെയ്യാനൊക്കെ തുടങ്ങും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹരാൻ്റെ ഈ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് US പോകുന്നത്. ഇവിടെ ഇവർ രണ്ടുപേരും ഭയങ്കര ഓപ്പണായിട്ടൊക്കെ സംസാരിക്കുമെങ്കിലും ഹരാൻ ഇതുവരെയും നേരിട്ട് അവൻ്റെ അടുത്ത് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഹരാൻ ഇഷ്ടമുണ്ടെന്ന് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇവിടെയായിട്ട് ഈ സീനിയർ പ്രസന്റ് ടൈമിലാണെങ്കിൽ പറയും, അതായത് 7 വർഷത്തിന് മുന്നേ അവൻ മരിച്ചില്ലേ, അതിനൊരു വർഷം മുന്നേ ആയിട്ട് അവന് ചെറിയൊരു സർജറി നടന്നിട്ടുണ്ടായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹരാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. അവൾ പറയും, അതിനെപ്പറ്റി എൻ്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടേ ഇല്ല, എനിക്കറിയത്തില്ലായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ചാനും അതേപോലെ അങ്കിളില്ലേ, രണ്ടുപേരുടെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലായിട്ട് വരുന്നതാണ്. ഹോസ്പിറ്റലിൽ കാണുന്നത് നമ്മളുടെ ചാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം നടത്തിയത് ഈ ഹോസ്പിറ്റലിൽ തന്നെ വെച്ചിട്ടായിരുന്നു. അവൻ
അവൻ അത് ആലോചിച്ചിട്ട് പറയും, ഞാൻ ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തോ പോലെ തോന്നുക എന്ന്. അങ്ങനെ ഈ അങ്കിളിൻ്റെ കൂടെ ലിഫ്റ്റിലായിട്ട് കയറുന്ന സമയത്ത് നമ്മുടെ ചാനിന് പരിചയമുള്ളൊരു സൗണ്ട് കേൾക്കും. അത് വേറെ ആരുടെയും അല്ല, നേരത്തെ എല്ലാം അവൻ്റെ മെമ്മറിയിലായിട്ട് വരുന്ന ആ ഒരു ബ്രേസ്ലെറ്റിൻ്റെ സൗണ്ട്. അതായത് നമ്മുടെ ഹരാൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സൂജൻ എന്നാണ് അവളുടെ പേര്. ഈ സൗണ്ട് കേട്ടിട്ട് നമ്മളുടെ ചാനാണെങ്കിൽ അത് ഫോളോ ചെയ്ത് ഇവളെ ഫോളോ ചെയ്ത് വരാനായിട്ട് ഒരുങ്ങും. എന്നാൽ ഇവനാണെങ്കിൽ ഇവളുടെ ഫേസ് കാണും, എന്നാൽ ഇവളുടെ അടുത്ത് സംസാരിക്കാനോ ഇവളെ നേരിട്ട് മീറ്റ് ചെയ്യാനോ പറ്റത്തില്ല. പിന്നീട് കാണിക്കുന്ന ഈ സൂചനയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ പുതുതായിട്ട് ജോയിൻ ചെയ്തൊരു ഡോക്ടർമാരിൽ ഒരാളായിരുന്നു. അവിടെയായിട്ട് അവരുടെ ഇൻട്രൊഡക്ഷനൊക്കെ നടത്തും. അപ്പോൾ കൂടിരിക്കുന്ന ഒരു ഡോക്ടറാണെങ്കിൽ പറയും, നിന്റെ കൈ കിടക്കുന്ന ആ ബ്രേസ്ലെറ്റില്ലേ അതിവിടെ അലോഡല്ല എന്ന്. ഇത് കേൾക്കുന്ന ഈ സൂചി പെട്ടെന്ന് തന്നെ ആ ബ്രേസ്ലെറ്റ് ഊരി അവളുടെ പോക്കറ്റായിട്ട് ഇടും. ഇവിടെ വെച്ചിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാവും, അതായത് നമ്മളുടെ ചാൻ കഴിഞ്ഞ പാസ്റ്റിലുള്ള ലൈഫില്ലേ അതിങ്ങനെ പതുക്കെ മുമ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ആ കഫേയുടെ അങ്കിളും അതേപോലെ നാനയില്ലേ, രണ്ടുപേരോട് ചേർന്നിട്ട് ഒരുപാട് സമയം നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നതാണ്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ഹയോങ്ങിനെയും മിസ്റ്റർ യുനിയാണ്. ഇവർ രണ്ടുപേരോട് ഇപ്പോൾ കാറിലായിട്ട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊക്കോണ്ടിരിക്കുക. നമ്മുടെ ഹയോങ് ആണെങ്കിൽ പല കാര്യങ്ങളും ഇരുന്ന് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ ചൂടും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾ കാറിൻ്റെ വിൻഡോയിലെ അത് വേഗം തന്നെ ഗ്ലാസ് അങ്ങ് താക്കും. എന്നാൽ നമ്മുടെ മിസ്റ്റർ യുനും നല്ലതുപോലെ തണുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ആ വിൻഡോയുടെ ഗ്ലാസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊക്കിയിടുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്ന ഇവർ രണ്ടുപേരുടെ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നതാ. അവിടെ ഇരിക്കുന്ന ക്ലൈൻ്റ് ആണെങ്കിൽ ഇവരത് നല്ല കാര്യമായിട്ടൊക്കെ സംസാരിക്കും. എന്നിട്ട് നമ്മളുടെ ഹയോങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നീ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരു വൈൻ കുടിക്കാൻ വരുമോ എന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹയോങ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഈ മിസ്റ്റർ യുനാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ റിയാക്ഷൻ ഒന്നും കൊടുക്കത്തില്ല. അവൻ പറയും എന്തായിരുന്നാലും അത് അവളുടെ ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നങ്ങ് പോകും. യഥാർത്ഥത്തിൽ നമ്മളുടെ മിസ്റ്റർ യുനിൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിരുന്ന ഒരു ചെറുക്കനായിരുന്നു ഈ നിൽക്കുന്നത്. ഇത് കാണുന്ന നമ്മുടെ ഹയോങ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവൾ ഓടി വന്ന് മിസ്റ്റർ യുനോട് ചോദിക്കും, നിനക്ക് ഞാൻ വൈൻ കുടിക്കാൻ പോയാൽ ഒരു പ്രശ്നവും ഇല്ലേ എന്ന്. എന്നാൽ നമ്മളുടെ മിസ്റ്റർ യുൻ പറയും, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം കാറും എടുത്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവും. നമ്മുടെ ഹയോങ് അങ്ങ് ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന ഹദാമാണെങ്കിൽ നമ്മുടെ യുഗ്യോമിൻ്റെ വീട്ടിൽ നിന്ന് ബായിയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുന്നത്. പോവാൻ നേരത്തും നമ്മളുടെ യുഗ്യോമിൻ്റെ അമ്മ അവളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ഹരാനയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അവാർഡ് കിട്ടിയ സ്ഥലത്ത് നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത് ഭയങ്കര ഡെസ്പായിട്ടാണ്. അവിടെയായിട്ട് ഇവളെ കാത്തിട്ട് നമ്മളുടെ ചാൻ നിൽപ്പുണ്ട്. അതും വലിയൊരു ബൊക്കെയൊക്കെ ആയിട്ടാണ്. ഇവളെ കാണുന്നേ നമ്മുടെ ചാൻ ചോദിക്കും, നിനക്ക് എന്ത് പറ്റി, എന്താ നീ ഇങ്ങനെ മുഖം വാടിയിരിക്കുന്നത്? എന്നാൽ നമ്മുടെ ഹരാൻ ഒന്നും പറയാൻ റെഡി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാൻ നേരെ ഇവളെയും കൊണ്ടൊരു ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തായിട്ട് വരും. എന്നിട്ട് അവർ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ എടുക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാനാണെങ്കിൽ ഇപ്പോഴും ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. എന്താന്ന് വെച്ചാൽ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ചാനില്ലേ, അവൻ്റെ സർജറിയുടെ കാര്യം എന്തുകൊണ്ടാണ് അവൾ അറിയാത്തത് എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഹദാമിനെയും അതേപോലെ യുഗ്യോമിനെയാണ്. ഇവിടെ നമ്മളുടെ ഹദാമ് പറയും, നിന്റെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച സമയത്ത് എനിക്ക് എൻ്റെ അമ്മയുടെ ഓർമ്മയാണ് വന്നത്, എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്ക് നഷ്ടപ്പെട്ട ഓർമ്മയാണ് തിരിച്ചു കിട്ടിയത്, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടുക ചെയ്തതെന്നൊക്കെ അവൾ പറയും. ഇവിടെ അവൾ പറയുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും എന്തായിരുന്നാലും കല്യാണം കഴിക്കണം, പക്ഷെ അതിനു മുന്നേ നമുക്ക് നമ്മളുടെ ഗോളും കാര്യങ്ങളും എല്ലാം അച്ചീവ് ചെയ്തിട്ട് മതി, ഞാനായിരുന്നാലും എൻ്റെ പഠിത്തമെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. ഇങ്ങനെ അവർ ഓരോരോ പ്ലാനൊക്കെ നടത്തിയിട്ട് അങ്ങോട്ട് നടക്കാൻ ഒരുങ്ങുന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ യുഗ്യോമിനാണെങ്കിൽ കാല് വയ്യാണ്ട് അവനവിടെ തറയിലായിട്ട് അങ്ങ് ഇരിക്കും. ഇത് കാണുന്നേ നമ്മളുടെ ഹദാം വിചാരിക്കും ഇവളെ പറ്റിക്കുക എന്ന്. യഥാർത്ഥത്തിൽ നമ്മളുടെ യുഗ്യോമിനാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. കാലാണെങ്കിൽ നോക്കുമ്പോൾ അന്ന് പറ്റിയ ആ ഒരു പരിക്കില്ലേ, അതിപ്പോൾ ഭയങ്കരമായിട്ട് വേഴ്സായിട്ട് അവൻ്റെ കാല് മൊത്തത്തിൽ നീലടിച്ച് കളറെല്ലാം മാറിയിരിക്കുമായിരുന്നു. ഇത് കണ്ട് അവർ ഭയങ്കര ടെൻഷനാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹയോങ്ങിനെയാണ്. അവളാണെങ്കിൽ നമ്മളുടെ ആ മിസ്റ്റർ യുൻ്റെ ജൂനിയർ ഇറക്കനില്ലേ, അവൻ്റെ കൂടെ വൈനൊക്കെ കുടിച്ചിട്ട് നല്ല എൻജോയ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ട് വേഗം തന്നെ മിസ്റ്റർ യുനെ വിളിക്കും. എന്നാൽ അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹയോങ് ഓഫീസിലായിട്ട് വരും. അവിടെ വന്ന് നോക്കുമ്പോഴും നമ്മളുടെ മിസ്റ്റർ യുൻ ഇല്ല. അവിടെയായിട്ട് മിസ്റ്റർ യുന് വേണ്ടിയിട്ട് ഒരു പാഴ്സലും വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹയോങ് ആണെങ്കിൽ ആ പാഴ്സലും കൊണ്ട് മിസ്റ്റർ യുനിൻ്റെ ഫ്ലാറ്റിലായിട്ട് വരും. അവിടെ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നതാ. മിസ്റ്റർ യുനാണെങ്കിൽ വന്ന് വാതിൽ തുറന്നിട്ട് വേഗം തന്നെ നമ്മളുടെ ഹയോങ്ങിൻ്റെ ദേഹത്തായിട്ട് വന്നങ്ങ് വീഴും. യഥാർത്ഥത്തിൽ അവൻ എന്തോ പനി എന്തോ പിടിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റ് ആയിട്ടിരിക്കുമായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ഹയോങ്ങിന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ കിംനാനെയാണെങ്കിൽ നമ്മുടെ ആ കഫേയിലുള്ള അങ്കിളില്ലേ, അങ്കിളുടെ കൂടെ നല്ലൊരു ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വീട്ടിലായിട്ട് വരുന്നതാണ്. എന്നാൽ ഇപ്പം നമ്മളുടെ മുത്തശ്ശിയാണെങ്കിൽ കൊച്ചു കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യുന്നത്. ഇത് കാണുന്നേ നമ്മളുടെ അങ്കിളാണെങ്കിൽ പറയും, സത്യം പറ നിനക്ക് എന്താ പറ്റിയത്, നീ എൻ്റെ കൂടെ ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് എങ്ങനെയാണോ കളിച്ചിരിച്ച് നടന്നത് അതേപോലെയാണ്, എന്തോ നിനക്ക് പറ്റിയിട്ടുണ്ട്, സത്യം എൻ്റെ അടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ കിംനാനയ്ക്ക് ഒരു കാര്യം മനസ്സിലാവും, അവരുടെ അവസ്ഥേനെ
പറ്റി ഇനി ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹരാനും അതേപോലെ ചാനും അവരവരുടെ വീട്ടിലായിട്ട് വരുന്നതാണ്. ഇവിടെ നമ്മളുടെ ഹരാനാണെങ്കിൽ ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ആ പാഴ്സൽ തുറന്നു നോക്കുന്നേ ഭയങ്കരമായിട്ട് ഷോക്കാവും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ചാനിനെ വിളിക്കും. ചാനായിരുന്നാലും വീട്ടിലെത്തിയിട്ട് നല്ലതുപോലെ അവളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ നമ്മളുടെ ഹരാൻ പറയും, ഞാനാണെങ്കിൽ ഇപ്പോൾ കഫേയുടെ പുറത്തായിട്ടുണ്ട്, നീ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരണോ എന്ന്. നമ്മുടെ ചാനായിരുന്നാലും ഓടി വന്നിട്ട് അവളുടെ അടുത്ത് പറയും, ഞാൻ നിന്നെ മിസ് ചെയ്തിരിക്കുമായിരുന്നു, എന്തായിരുന്നാലും നീ വന്നത് കാര്യമായി എന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹരാനാണെങ്കിൽ അവളുടെ കയ്യിലിരിക്കുന്ന ആ പേനയെടുത്ത് ഇവൻ്റെ മുമ്പിലായിട്ട് നീട്ടും. അവളുടെ കയ്യിലിപ്പോൾ ഒന്നല്ല 2 പേനയുണ്ട്, അതും സെയിം രീതിയിലുള്ളത്. ഇത് കണ്ടിട്ട് അവൾ പറയും, നീ ഇതിനുള്ള എക്സ്പ്ലനേഷൻ എനിക്ക് തന്നേ പറ്റൂ. നീ എന്നോട് കള്ളവല്ലേ പറഞ്ഞത്, നിനക്ക് ഈ പേന നിന്റെ ബാഗിൽ നിന്ന് കിട്ടിയെന്ന്. ഇതെങ്ങനെയാണ് നിന്റെ കയ്യിൽ വന്നത്? ഇത് കേട്ടിട്ട് നമ്മളുടെ ചാൻ ഭയങ്കര ഞെട്ടിത്തെറിച്ചിരിക്കും. അവനിപ്പോൾ എന്ത് പറയണമെന്ന് തന്നെ അറിയത്തില്ല. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.